വാട്ടർ കളറിൻ്റെ ഒരു ബ്യൂട്ടി മറ്റ് ഒരു പെയിൻറ്റിങ്ങിനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. വളരെ ഫ്രീ ആയിട്ടുള്ള ബ്രഷിൻ്റെ ലൈനുകളാണ് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് വന്നോളുന്നില്ല. പക്ഷെ അതിനെ നമ്മൾ തിരുത്താൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അതെങ്ങനെയാണ് വരുന്നത് അങ്ങനെ തന്നെ നിലനിർത്തുക. തിരുത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി നഷ്ടപ്പെടുകയാണ്. ക്യാൻസൻ്റെ 300 GSM പേപ്പറാണ്. ക്യാംലിൻ്റെ ഗംബോജ് ഹ്യൂ, ഓറഞ്ച്, വിരിഡിയൻ ഹ്യൂ, കോബാൾട്ട് ബ്ലൂ തുടങ്ങിയവയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സിമ്പിൾ വാട്ടർ കളർ ലാൻഡ്സ്കേപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് വെറ്റാണ്. ഓറഞ്ചും ബ്ലൂവും കൂടി കൊടുത്തിരിക്കുന്നു. ഓട്ടോ ഫോക്കസിൻ്റെ ചെറിയൊരു പ്രശ്നം ക്യാമറയ്ക്കുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബ്രഷ് വർക്ക് നമ്മൾ ചെയ്യുന്നുള്ളൂ. എത്രയും കുറച്ച് ബ്രഷ് വർക്ക് നമ്മൾ ചെയ്യുന്നു അത്രത്തോളം ഭംഗി വാട്ടർ കളർ പെയിൻറ്റിങ്ങിന് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡ്രൈ ആയ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഏറ്റവും പുറകിലുള്ള ഒബ്ജക്ട്സ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളത് വളരെ ലൈറ്റായിട്ടുള്ള കളർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബിഗിനേഴ്സിന് ഹെൽപ്ഫുള്ളാവുന്ന രീതിയിലാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ കോമ്പോസിഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വളരെ പഴയ ഒരു ബ്രഷ്, നാച്ചുറൽ ഹെയർ ബ്രഷാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് അതിനോടൊപ്പം തന്നെ നമ്മൾ അല്പം ഡാർക്ക് കളർ കൂടി വയലറ്റ് അവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവ തമ്മിൽ മിക്സ് ആയിക്കൊള്ളും. ബാക്ക്ഗ്രൗണ്ടിലൊരു വീടും മുൻപിലൊരു ലോൺ, പുൽത്തകിടി, ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു സിന്തറ്റിക് ഹെയർ ബ്രഷാണ് ഇപ്പോൾ ഈ വർക്കിനായിട്ട് ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് കളേഴ്സാണ്. കളർ മിക്സിങ്ങിനെ കുറിച്ചുള്ള സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ചാനലിൽ കാണാൻ പറ്റും. എല്ലാ വിധത്തിലുള്ള കളർ മിക്സിങ്ങും, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി കളറൊക്കെ, ഗ്രേയ്സും ന്യൂട്രൽസും ഒക്കെ ആ ട്യൂട്ടോറിയലിൽ നിങ്ങൾക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ റെഡ് കൂടി ബ്ലൂവിനോടൊപ്പം അല്പം മിക്സ് ചെയ്യുന്നുണ്ട്. പിറ്റ് ഓഫ് വയലറ്റ് ലയിച്ച് ചേരുമ്പോൾ നമുക്ക് ഭംഗിയുള്ള ഒരു റിസൾട്ട് കിട്ടും. ഫ്രണ്ട് ഭാഗം നമ്മളൊരു ലോൺ പുൽത്തകിടിയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോമ്പോസിഷനാണ്. നമ്മൾ ജസ്റ്റ് ഒരു വാഷ് മാത്രമാണ് ഫോർഗ്രൗണ്ട് ചെയ്യുന്നത്. ലൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ വിരിഡിയൻ ഹ്യൂ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. യെല്ലോ കൂടി മിക്സ് ചെയ്തിട്ട് ഒരൊറ്റ സമയം വാഷ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ ഫസ്റ്റ് ലെയർ വർക്ക് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഇനി ഓരോ ഘടകങ്ങളെയും തെളിച്ച് പിക്ചറിന് കൂടുതൽ വ്യക്തത കൈവരിക്കാം. ഷെയ്ഡ് വരുന്ന ഭാഗങ്ങൾ, ഒബ്ജക്റ്റിനെ വ്യത്യാസപ്പെടുത്തുന്ന ഘടകങ്ങളൊക്കെ ഓരോന്ന് പെയിൻറ്റ് ചെയ്ത് ചേർക്കാം. ചെറിയ ബ്രഷാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ കോൺട്രാസ്റ്റ് കളേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ ഒബ്ജക്റ്റിനെയും ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വ്യത്യസ്തമായിട്ട് കാണിക്കുമ്പോഴാണ് പെയിൻറ്റിങ് വളരെ വൃത്തിയും ഭംഗിയും ഉള്ളതായിട്ട് മാറുക എന്നുള്ളത് തുടക്കത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കണം. അതൊരു രീതി മാത്രമാണ്. നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ടോ നമ്മുടെ സ്റ്റൈൽ ഉപയോഗിച്ചോ അങ്ങനെ അല്ലാതെയും ചെയ്യാം. നമ്മൾ ഓരോ സ്റ്റൈല് മാത്രമാണ് ഓരോ സമയത്ത് പറഞ്ഞു പോകുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയതുകൊണ്ടും വീടും ലൈറ്റ് കളറിലും നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ടും ഈ വീടിനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറകിലൊരു മരം, അതുതന്നെ ഗ്രീനും അതുപോലെ ബ്ലൂ അല്പം മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറും കൂടി ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് പെയിൻറ്റ് ചെയ്തിട്ട് ചേർക്കാം. വീടിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ വീട് വ്യക്തമായിട്ട് കാണാവുന്ന വിധത്തിലായി മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വാട്ടർ കളറിൻ്റെ ഒരു ബ്യൂട്ടി മറ്റ് ഒരു പെയിൻറ്റിങ്ങിനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ഒരൽപ്പം ബ്ലൂ കൂടി ചേർത്തുകൊണ്ട് ചില ഭാഗങ്ങളിൽ നമ്മൾ ഫ്രണ്ടേജിൽ കുറച്ചുകൂടി ഭാഗങ്ങൾ വരച്ച് ചേർക്കാം. ഒരു തെങ്ങിൻ്റെ ഭാഗമാണ് നമ്മൾ പുറകിൽ കാണിക്കുന്നത്. വളരെ ചെറിയ പോയിൻ്റ് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലൈറ്റായിട്ടുള്ള കളർ നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഒരേ കളർ തന്നെ ഉപയോഗിക്കണമെന്നില്ല. വളരെ ഡിസ്റ്റൻസിലായതുകൊണ്ട് ഞാനത് ലൈറ്റായിട്ടുള്ളൊരു ടോണിൽ പെയിൻറ്റ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ തടിയുടെ ഭാഗം താഴേക്ക്
ശേഷം മറ്റൊരു മരത്തിൻ്റെ ഭാഗം കൂടി അവിടെ ചേർക്കുകയാണ്. ഫ്രണ്ട് ഏരിയയിൽ ഉള്ള വർക്കുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എലമെൻസിനെ സിംപ്ലിഫൈ ചെയ്യാണ്. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രണ്ട് ഏരിയയിലൊന്നും കോൺസെപ്റ്റുകളില്ലാത്തതുകൊണ്ട് വളരെ ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. തുടക്കക്കാരെ ഉദ്ദേശിച്ച് അങ്ങനെയുള്ളൊരു കോമ്പോസിഷനാണ് ചെയ്യുന്നത്. ഒരു മരത്തിൻ്റെ ഭാഗമാണ്. ഇനി ഫ്രണ്ടിലെ നമ്മളെ ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗത്ത് അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യുന്നതിനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഷെയ്ഡുകൾ ആണ് നമ്മൾ കാണിക്കുന്നത്. ബ്രഷ് ഉപയോഗിച്ചിട്ട് വളരെ ചെറിയ ഷെയ്ഡുകൾ ഉപയോഗിച്ച് മുൻഭാഗത്തെ ഈ ഗ്രൗണ്ടിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. കൂടുതൽ വർക്കൊന്നും തന്നെ ചെയ്യുന്നില്ല. ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് മരങ്ങളിൽ നിന്നോ മറ്റോ വീഴുന്നത് എന്ന പോലെയുള്ള നിഴലുകൾ എന്ന ആശയത്തിൽ നമ്മൾ ചെയ്യുന്നത്. ചെറിയൊരു ഷാഡോ വീടിന് വരുന്നത് കൂടി അവിടെ നമുക്ക് കൊടുക്കാം. വലിയ ഇമ്പോർട്ടൻസ് ഒന്നും നമ്മൾ ലാൻഡ്സ്കേപ്പിന് കൊടുക്കുന്നില്ല. നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഒരു ചെറിയ ഫിഗർ നമുക്കിവിടെ വരച്ച് ചേർക്കുന്നത് പെയിൻറ്റിങ്ങിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റും. ഇവിടെ ഒരു സെക്കൻഡ് വാഷ് കൂടി കൊടുക്കുകയാണ്. കുറച്ചുകൂടി കളറ് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഉണങ്ങിയപ്പോൾ കളർ ലേശം കുറഞ്ഞു പോയിട്ടുണ്ട്. ഒരു സെക്കൻഡ് വാഷ് കൂടി കൊടുക്കുന്നതിൽ തകരാറില്ല. ഓവർ വർക്ക് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും. വളരെ ഫ്രീ ആയിട്ടുള്ള ബ്രഷിൻ്റെ ലൈനുകളാണ് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് വന്നോളുന്നില്ല. പക്ഷേ അതിനെ നമ്മൾ തിരുത്താൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അതെങ്ങനെയാണോ വരുന്നത് അങ്ങനെ തന്നെ നിലനിർത്തുക. തിരുത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഏറ്റവും അടുത്തുള്ളൊരു ഒബ്ജക്റ്റ് എന്ന രീതിയിൽ നമ്മൾ വരച്ച് ചേർക്കുകയാണ്. കുറച്ചും കൂടി ഒരു അപ്പീലിംഗ് ഇഫക്റ്റ് പെയിൻറ്റിങ്ങിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. മരമൊന്നും കാണാനില്ല, കുറച്ച് ഇലകൾ മാത്രമാണ് നമ്മളിവിടെ പെയിൻറ്റ് ചെയ്ത് ചേർക്കുന്നത്. ഈ ഒരു ട്രീ നമ്മളൊരൽപ്പം മുന്നിലേക്ക് വെക്കുകയാണ്. കുറച്ചും കൂടി ഒരു ഡെപ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണത് ചെയ്യുന്നത്. ചില ഫിനിഷിംഗ് ടച്ചോട് കൂടിയിട്ട് നമുക്ക് ഈ പെയിൻറ്റിങ് വൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതുന്നു.